ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ നടക്കുന്ന +2 സോഷ്യോളജി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ സോഷ്യോളജിക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ചാപ്റ്റർ വൈസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, വെയിറ്റേജുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, എസ്സേ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ വൺ വേർഡ്സ് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ. ആൻഡ് അതൊക്കെ ഒരു പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വേണമെന്നുള്ളവർ വേഗത്തിൽ ആ ഒരു വീഡിയോസൊക്കെ പോയി കണ്ടു നോക്കുക. ഓക്കെ, ഒരു 2 പാർട്ടായിട്ടാണ് ഫുൾ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. ദെൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2022 മുതൽ കഴിഞ്ഞ കൊല്ലം, അതായത് 2025 വരെയുള്ള സോഷ്യോളജി ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള എസ്സേ ചോദ്യങ്ങളാണ്. 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. കാരണം എല്ലാവരും PYQs ഒന്ന് റെഫർ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഇനി റെഫർ ചെയ്താലും ഒക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഏതൊക്കെയാണ് നമ്മൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇതിൽ നമ്മുടെ എസ്സേക്ക് വന്നിട്ടുള്ളത് 8 മാർക്കിന് വന്നിട്ടുള്ള സെഷൻ എന്ന് പറയുമ്പോൾ, ഒന്ന് എക്സ്പ്ലെയിൻ ദ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, പാർട്ട് ബി ക്രിട്ടിക്കലി അനലൈസ് ദ തിയറി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കണ്ടംപററി ഇന്ത്യ. മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ആൻഡ് അതിന് ഇന്നത്തെ സമകാലിക ഇന്ത്യയിലുള്ള അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് ക്രിട്ടിക്കലി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ നോക്കിയിട്ട് മലയാളത്തിലുള്ളത് കൂടി നോക്കാം. അടുത്ത ചോദ്യം, ദർ ആർ മെനി ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ, പോയിൻ്റ് ഔട്ട് ദ മേജർ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദം. അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്. അനലൈസ് ദ റോൾ ഓഫ് സൊസൈറ്റി ഇൻ അഗ്രവേറ്റിംഗ് ദ സിറ്റുവേഷൻ ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഫേസ്ഡ് ബൈ ദം. അപ്പോൾ സൊസൈറ്റിയുടെ പങ്ക് എന്താണ്, അവരനുഭവിക്കുന്ന ഈ ഒരു സോഷ്യൽ എക്സ്ക്ലൂഷനൊക്കെ സോഷ്യൽ എക്സ്ക്ലൂഷനിലൊക്കെയുള്ള സൊസൈറ്റിയുടെ പങ്ക് എന്താണ്, ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. ആക്ച്വലി ഐ തിങ്ക് 5ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ഡിഫൈൻ സാൻസ്ക്രൈസേഷൻ ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഇൻ മെനി വേസ്, ഫൈൻഡ് ദ മേജർ ക്രിറ്റിസിസംസ് ഓഫ് ദിസ്. ഓക്കെ, അതായത് നമ്മുടെ സാൻസ്ക്രിറ്റൈസേഷൻ്റെ എന്താണെന്ന് നമ്മൾ പറയണം, അതിൻ്റെ ക്രിറ്റിസിസംസും കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ നോക്കൂ. ജനസംഖ്യയെക്കുറിച്ചുള്ള മാൽത്തൂസിയൻ സിദ്ധാന്തം വിശദമാക്കുക. സമകാലീന ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഈ സിദ്ധാന്തത്തെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുക. ഓക്കെ, അപ്പോൾ മാൽത്തൂസിയൻ സിദ്ധാന്തത്തെ പറ്റിയിട്ടാണ് ഇവിടെ എഴുതാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, നിങ്ങളുടെ സ്കൂളിൽ ഭിന്നശേഷിക്കാരായ നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് എഴുതണം. അതുമാത്രമല്ല, അവർ അഭിമുഖീകരിക്കുന്ന സാമൂഹിക പുറംതള്ളലിനെ ആഴപ്പെടുത്തുന്നതിൽ പൊതുസമൂഹത്തിനുള്ള പങ്ക് എത്രത്തോളം ആണെന്നുള്ളതും വിശകലനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, സംസ്കൃതവൽക്കരണത്തെ നിർവചിക്കാനും സംസ്കൃതവൽക്കരണത്തെ എതിരായിട്ട് വരുന്ന വിമർശനങ്ങളെ പറ്റിയിട്ടും എഴുതാനായിട്ടാണ്. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കുക. 2022 ക്വസ്റ്റ്യനിൽ 8 മാർക്കിന് വന്നതാണ്. ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ഇതൊക്കെ തന്നെ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. അതിലുള്ള 8 മാർക്കിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഈ 3 ചോദ്യങ്ങൾ എഗെയിൻ എവിടെ വന്നിട്ടുണ്ട്. കമ്പയർ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി. 2 തിയറീസും തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാനാണ്. മാൽത്തൂസിൻ്റെ തിയറി മാത്രമല്ല, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി കൂടെ. അപ്പോൾ 2 തിയറിനെ പറ്റിയിട്ട് കമ്പയർ ചെയ്ത് എഴുതാൻ. അടുത്ത്, വാട്ട് ഈസ് പഞ്ചായത്തി രാജ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പേവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്ത് രാജ് എന്തുവാണ്, ആൻഡ് പഞ്ചായത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടും എഴുതാൻ. ഡയറക്റ്റായിട്ടുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് അത് പഠിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, വാട്ട് ആർ ദ മേജർ ഫ്യൂച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്തുവാണ്, ആൻഡ് ഓൾസോ സോഷ്യൽ മൂവ്മെൻറ്റ്സിൻ്റെ ഫ്യൂച്ചേഴ്സ്. ലാസ്റ്റത്തെ ചാപ്റ്ററിലുള്ള ചോദ്യമാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് സോഷ്യൽ മൂവ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഫ്യൂച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്, പഠിച്ച് വെക്കുക. ഓക്കെ, ആൻഡ് മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ മാൽത്തൂസിൻ്റെ ജനസംഖ്യാ സിദ്ധാന്തവും ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തവും താരതമ്യം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത, പഞ്ചായത്തി രാജ് എന്നാൽ എന്ത്, പഞ്ചായത്തിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും വിശദമായി വിവരിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. 30ാമത്തെ ചോദ്യം, സാമൂഹിക പ്രസ്ഥാനത്തെ നിർവചിക്കുക. ഇന്ത്യയിലെ പ്രധാന സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ വിവരിക്കുക. ഓക്കെ, അപ്പോൾ അത് 15ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്, ഏറ്റവും അവസാനത്തെ പാഠത്തിലുള്ളതാണ് ഈ സാമൂഹിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇനി നമ്മുടെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കോളൂ. എക്സ്പ്ലെയിൻ ദ സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ.
നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ എന്താണ്, അതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസസ് 8 മാർക്കിന് സ്ഥിരം വരുന്ന ചോദ്യം തന്നെയാണ് കേട്ടോ. മാസ് മീഡിയ ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ പേഴ്സണൽ ആൻഡ് പബ്ലിക് ലൈഫ് ടുഡേ. അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് മാസ് മീഡിയ ഇൻ യുവർ ലൈഫ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ മാസ് മീഡിയയുടെ ഇമ്പാക്റ്റ് ആണ്, ദറ്റ് ഈസ് ടെലിവിഷൻ, പ്രിൻറ്റ് മീഡിയ, റേഡിയോനൊക്കെ പറ്റിയിട്ട് 14ാമത്തെ പാഠത്തിലുള്ളതാണ് കേട്ടോ. ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻസ് കൂടി വെച്ചിട്ട്, കാരണം നമ്മുടെ ലൈഫിലെ ഇമ്പാക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തി വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. ഇനി വാട്ട് ഈസ് സോഷ്യൽ മൂവ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്. സോഷ്യൽ മൂവ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ വിവിധ ടൈപ്സ് ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് സോഷ്യൽ മൂവ്മെൻറ്റ് എന്താണ് ആൻഡ് അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ചോദിച്ചു. പക്ഷേ ഇവിടെ ഫ്യൂച്ചേഴ്സ് അല്ല ചോദിച്ചത്, ടൈപ്സ് ആണ്. രണ്ടും രണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്റർ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. എങ്ങനെ വേണമൊക്കെ മീൻസ് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി മലയാളത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചിട്ട് വിവരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ബഹുജന മാധ്യമങ്ങൾക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട്. ബഹുജന മാധ്യമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വിലയിരുത്തുക. ടെലിവിഷൻ, പ്രിൻറ്റ് മീഡിയ, റേഡിയോനൊക്കെ പറ്റിയിട്ട് അപ്പോൾ ആ ചാപ്റ്റർ ബേസ് ചെയ്ത് നമുക്ക് എഴുതാം. ആൻഡ് ഓൾസോ നിങ്ങളുടെ ലൈഫിലെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തെ പറ്റിയിട്ടാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കൂടി വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്നാൽ എന്ത്, വിവിധ തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് എഴുതാം. അതായത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് എന്തുമായിരുന്നു, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എഴുതാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ വിവിധ തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും രണ്ടാണ്. വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചു വെച്ചിട്ട് പോകട്ടോ, എങ്ങനെ വേണോ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് 2025 ദാറ്റ് ഈസ് കഴിഞ്ഞ കൊല്ലത്തെ സോഷ്യോളജി സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം, എവാലുവേറ്റ് ദ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. അപ്പോൾ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്താണ് ആൻഡ് അതിൻ്റെ പവേഴ്സും റെസ്പോൺസിബിലിറ്റീസും എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യം തന്നെയാണ്. അടുത്ത എക്സ്പ്ലെയിൻ സോഷ്യൽ എക്സ്ക്ലൂഷൻ, അനലൈസ് ദ സ്ട്രഗിൾസ് ഫോർ വിമൻസ് ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ. അതായത് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്താണെന്ന് നമ്മൾ എഴുതണം. അതിന് 3 മാർക്കാണ്. ആൻഡ് വിമൻസ് ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ മീൻസ് വിമൻസ് ഇക്വാലിറ്റിയൊക്കെ കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള സമരങ്ങളെ പറ്റിയിട്ട് കൂടി എഴുതുക. അതിന് 5 മാർക്കാണ്. അങ്ങനെയാണ് ടോട്ടൽ 8 മാർക്ക് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ആൻഡ് പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് റീജിയണലിസം ആൻഡ് സെക്യുലറിസം. അപ്പോൾ റീജിയണലിസത്തെ പറ്റി സെക്യുലറിസത്തെ പറ്റിയിട്ടും 2 കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും കഴിഞ്ഞ കൊല്ലങ്ങളിൽ നിന്നും ചോദിച്ചതിൽ നിന്നും മീൻസ് അതായത് 2024 വരെ ഉള്ളതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ 2025 വന്നിട്ടുണ്ട് ചോദ്യം. അപ്പോൾ എന്താണ്, ഇതൊന്നും റെയർ ചോദ്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ നമുക്ക് റീജിയണലിസം സെക്യുലറിസം എന്നൊക്കെ പറയുന്നത് എസ്സേക്ക് വരാം എന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഷോർട്ട് എസ്സേയിലൊക്കെ കാണുന്ന ഒരു ചോദ്യം കൂടിയാണ്. പക്ഷേ ഇവിടെ എസ്സേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും ചെറിയ ചേഞ്ചസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ പോകണം കേട്ടോ. കാരണം ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞപ്പോഴും അതിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ കൊല്ലത്തേക്ക് അപേക്ഷിച്ച് നോക്കുന്ന ടൈമിൽ. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ചേഞ്ചസ് കൂടി മനസ്സിലാക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇനി ഇതല്ലാണ്ട് ബാക്കി ഏതൊക്കെ എസ്സേ ടോപ്പിക്കുകളൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് തരാൻ മറന്നു വരുത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.